വൈകിപ്പോയി എന്ന് മാത്രമല്ല, ഇപ്പോഴും അതിന് നടപടിയിലേക്ക് പൂർണ്ണമായി എത്തിയെന്ന് പറയാൻ സാധിക്കില്ല. ഈ പുറത്ത് വന്ന വിഷ്വൽസ് അത് അങ്ങനെ സാധാരണയായി പുറത്തു വന്നതല്ല. ഒരു കോടതി ഇടപെടലിനെ തുടർന്ന് തന്നെയാണ് ഇത് പുറത്തു വന്നത്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ ക്രിമിനലുകളുടെ കൂടാരമായി മാറിയിരിക്കുകയാണ്. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമായി മാത്രം കാണാൻ സാധിക്കില്ല. ഈ ഒരു ഗർഭിണിയായ സ്ത്രീയാണ് ഇത്രയും ക്രൂരമായി മർദ്ദിച്ചത് എന്ന് പറയുമ്പോൾ ഒരു ആശ്വാസ കേന്ദ്രമായി മാറേണ്ട പോലീസ് സ്റ്റേഷനുകൾ ഇത്തരത്തിലുള്ള പീഡന കേന്ദ്രങ്ങളായി മാറുകയാണ്. ശ്രീ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിൽ എന്ന് പറയുമ്പോൾ പോലീസ് സേനയുടെ ഒരു അവസ്ഥ, പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെയൊക്കെ ഒരു ഇടപെടലുകൾ എല്ലാ കാര്യങ്ങളിലും നടക്കുന്നു എന്നുള്ളതൊക്കെ വ്യക്തമാണ്. ഇതിൽ ഇത്രയും ക്രൂരമായ ഒരു സമീപനം എടുത്ത CI പ്രതാപ് ചന്ദ്രനെ വെറുതെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതല്ല, സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്നുള്ളത് തന്നെയാണ് ഈ കാര്യത്തിൽ മഹിളാ കോൺഗ്രസിന് പറയുവാനുള്ളത്. ഒരു തരത്തിലും ഈ സമീപനത്തെ അംഗീകരിക്കാൻ കഴിയില്ല. ശക്തമായ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഈ വിഷയത്തിൽ. പോലീസിൻ്റെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന ആ ഒരു വിഷ്വൽസ് നമ്മുടെയൊക്കെ മനസ്സിൽ ഉള്ളതാണ്. അത്രയും ക്രൂരമായ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ എത്ര ക്രൂരമായാണ് പോലീസ് കൈകാര്യം ചെയ്തത് എന്നുള്ളതും കോടതി ഇടപെടലിനെ തുടർന്ന് CCTV ദൃശ്യങ്ങൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. കേരളത്തിൻ്റെ പൊതുബോധ്യത്തിന് മനസ്സിലായതാണ്. ഇത്തരത്തിൽ പോലീസ് എന്ന സംവിധാനത്തെ, കേരള പോലീസിനെ കുറിച്ച് നമുക്ക് എന്നും അഭിമാനമുള്ള പോലീസിനെ ഇപ്പോൾ വെറും ഒരു പാവയാക്കി മാറ്റി CPMൻ്റെ ഗുണ്ടകളായി പോലീസ് മാറിയിരിക്കുന്ന സാഹചര്യമാണ്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ അവർ കേസ് എടുക്കുന്നു, ഇഷ്ടം ഇല്ലാത്ത കാര്യങ്ങളിൽ അതല്ലാതെ വിടുന്നു. അവർ പോലീസ് സ്റ്റേഷനുകൾ മനസ്സമാധാനത്തോടുകൂടി ആർക്കെങ്കിലും അങ്ങോട്ട് കയറി ചെല്ലാൻ സാധിക്കുമോ? ഇതാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. CPM ഈ പരാജയത്തിന് ശേഷവും, ഇതിനു മുമ്പ് നടന്നതാണ്, പക്ഷെ ഇത്രയും വലിയൊരു പരാജയത്തിന് കാരണവും ഇത്തരത്തിലുള്ള പോലീസിൻ്റെ സമീപനം കൂടിയാണ്. DGP ഓഫീസിൻ്റെ മൂക്കിന് കീഴിലാണ് ഒരു വനിതയ്ക്ക് അവിടെ മോർണിംഗ് വാക്കിന് പോലും നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത്. DIG ലെവലിലുള്ള ഒരു ഓഫീസറാണ്. ജയിലുകളുടെ അവസ്ഥ എന്താണ്? അവിടെ ജയിലുകളിലുള്ള കൊടും ക്രൂരന്മാർക്ക് പരോള് വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി കൈക്കൂലി വാങ്ങിച്ച കേസിൽ ഇതുവരെയും ആഭ്യന്തര വകുപ്പ് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചോ? അപ്പോൾ ഇതെല്ലാം ഈ ക്രിമിനലുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനുള്ള, അത് ലഹരിയാണെങ്കിലും മദ്യമാണെങ്കിലും പരോളാണെങ്കിലും അതെല്ലാം വാരിക്കോരി കൊടുക്കുവാനുള്ള ഒരു സംവിധാനമായി കേരളത്തിലെ പോലീസ് മാറിയിരിക്കുകയാണ്. ഇത് ഏറ്റവും വലിയ ജനങ്ങളോടുള്ള സമാധാനമായി ജീവിക്കാൻ കഴിയാത്ത അന്തരീക്ഷം, പോലീസ് സ്റ്റേഷനിലേക്ക് കയറാൻ കഴിയാത്ത സാഹചര്യം, ഇതെല്ലാം നിലനിൽക്കുകയാണ്.